ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ലൂർദ് പള്ളിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ പ്രധാനമായിട്ടും കാണേണ്ട ഒരു പള്ളിയാണ് ലൂർദ് പള്ളി. സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ടൗണിലേക്ക് വന്നതാണ്. പള്ളിയുടെ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് നല്ല മഴ കിട്ടിയത്. അപ്പോൾ നമ്മളത് പള്ളിയിലേക്ക് ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയതാ. പിന്നെ പള്ളിയുടെ വീഡിയോ ഒന്ന് എടുത്തിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂർദ് പള്ളി. ആയിരത്തി 1885 ലൂർദ് മാതാവിൻ്റെ പള്ളി പണിയാനായിട്ട് ഇവിടെ തുടക്കം കുറിച്ചത്. റോമൻ വാസ്തുകല ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും കേരളീയൻ വാസ്തുകലയുടെ പാരമ്പര്യം തന്നെയാണ് ഈ നിർമ്മിതിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഫ്രാൻസിൽ പ്രത്യക്ഷമായ ലൂർദ് മാതാവിനെയാണ് ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗശാന്തിക്കായിട്ട് അനേകം ഭക്തരാണ് ഈ പള്ളിയിലേക്ക് വന്നു പോകുന്നത് ഏകദേശം 2500 ചതുശ്ര അടി വിസ്തീർണമുള്ള ഈ ദേവാലയത്തിനകത്ത് ഒരു അടിപ്പള്ളിയും കൂടിയുണ്ട്. അതാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 1855 പള്ളി സ്ഥാപിച്ചതിനു ശേഷം 1952 അടിപ്പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് തിരുനാൾ നടക്കുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള എല്ലാ വിശ്വാസികളും തിരുനാളിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട് കേട്ടോ. ഏകദേശം 137 വർഷം പഴക്കമുള്ള ലൂർദ് പള്ളി 1956 ജോൺ പോൾ 2 മാർപ്പാപ്പ തൃശ്ശൂർ സന്ദർശിച്ചപ്പോഴാണ് ഇതിലെ ശതാബ്ദി ആഘോഷിച്ചത് കേട്ടോ. തൃശ്ശൂരിൽ പ്രധാനമായും കാണാനുള്ള പള്ളികളിലെ ഒരു പ്രധാന പള്ളി തന്നെയാണ് ലൂർദ് പള്ളി. അതിമനോഹരമായാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പള്ളി കാണാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വന്ന് പള്ളി കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൂർദ് പള്ളിയുടെ ചെറിയൊരു വീഡിയോസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.